നവോദയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ 7ാമത് നാലുകണ്ടത്തിൽ കുഞ്ഞാണി അനുസ്മരണവും ശീതീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും വൈകിട്ട് 4-ന് വായനശാലയിലെ കുഞ്ഞാണി സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങ് PV അൻവർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിറസാന്നിധ്യമായിരുന്ന നാലുകണ്ടത്തിൽ കുഞ്ഞാണിയൊക്കെ ഓർമ്മയായിട്ട് ഇന്ന് 7ാമത്തെ വർഷം തികയുകയാണ്. എല്ലാ വർഷത്തെയും എന്ന പോലെ ഈ വർഷവും എടക്കര നവോദയ വായനശാല കുഞ്ഞാണിയാക്കയുടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന 18-ാം തീയതി വൈകിട്ട് 4 മണിക്ക് എടക്കര നവോദയ വായനശാല കുഞ്ഞാണി സ്മാരക ഹാളിൽ. അന്ന് ഒരു പ്രധാന പരിപാടിയായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കുഞ്ഞാണിയാക്കയുടെ കാലത്തുണ്ടായിരുന്ന പഴയ ഫുട്ബോൾ കളിക്കാരെ ആദരിക്കുക എന്നുള്ള പരിപാടിയാണ്. അതിന് അക്കാലത്തെ വലിയ സൂപ്പർ സ്റ്റാറുകളായിരുന്ന പാട്രിക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട്, അതുപോലെ പ്രേംനാഥ് ഫിലിപ്പ്, സന്തോഷ് ട്രോഫി താരം, ഇവരെല്ലാം നമ്മൾ എടക്കരയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുപോലെ എടക്കരയിലുള്ള പഴയ കളിക്കാർ, ആ കാലഘട്ടത്തിലുള്ള ഫുട്ബോൾ പ്ലേയേഴ്സിനെ എല്ലാം നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വായനശാലയുടെ പഴയകാല പ്രവർത്തകരെയും ഇതോടൊന്നിച്ച് നമ്മൾ ആദരിക്കുന്നുണ്ട്. കിട്ടാവുന്നിടത്തോളം ആളുകളെ നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതിന് ആ പരിപാടി നടത്തുന്നതിന് ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് സെക്രട്ടറി ജയപ്രകാശ് അവർ ആ കർമ്മം നിർവഹിക്കാൻ പ്രത്യേകം നമ്മൾ വിളിച്ചിട്ടുണ്ട്. വ്യവസായി കാരാടൻ സുലൈമാൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. പഴയകാല ഫുട്ബോൾ പ്രതിഭകളെയും വായനശാല പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിക്കും. മുൻ സന്തോഷ് ട്രോഫി താരം പ്രേംനാഥ് ഫിലിപ്പ്, മുൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് താരം പാട്രിക്, എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ജയപ്രകാശ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, വാർഡംഗം ലിസി തോമസ്, മുൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് G ശശിധരൻ എന്നിവർ സംബന്ധിക്കും. എല്ലാ അനുസ്മരണത്തിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് നടത്തുന്നത്. ഒന്നാമത് അതിന്റെ കാരണം വെച്ചാൽ കുഞ്ഞാണി ഒരു ജനകീയനായിരുന്നു. അതായത് ഇവിടുത്തെ കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വളരെയധികം സജീവമായി ഇടപെട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ജീവനായിരുന്നു. ഫുട്ബോൾ ഈ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോഴേ അദ്ദേഹം അവരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു ഫുട്ബോൾ അക്കാദമി ഉണ്ടാക്കണം എന്നുള്ള വലിയൊരു സ്വപ്നം കൊണ്ടുനടന്നിരുന്ന ആളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അത് അക്കാദമികളൊക്കെ വന്നു നമ്മുടെ നാട് വളരെയധികം ഫുട്ബോൾ മേഖലയിൽ വളരെയധികം ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കുഞ്ഞാണിയുടെ ഒരു പ്രചോദനം നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കുഞ്ഞാണിയുടെ ആ പ്രവർത്തനങ്ങൾ വലിയൊരു പ്രചോദനമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു പരിപാടി ഒരു വലിയ സംരംഭമായിട്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഏറ്റെടുത്തു. കാരണം ഇത് നമ്മളൊരു കോമൺ പരിപാടിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കുഞ്ഞാണിയുടേതായ തലത്തിൽ കുഞ്ഞാണി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുമായിട്ട് സൗഹാർദ്ദം സ്ഥാപിച്ച് നടന്നിരുന്നൊരു വ്യക്തിയാണ്. തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണെങ്കിൽ പോലും എല്ലാവരുമായി സൗഹൃദം പങ്കിട്ടിരുന്ന ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖലയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ആ നിലപാടിന് ഒരു നല്ലൊരു അംഗീകാരവും ആദരവും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പഴയ കളിക്കാരെ ഈ ആദരിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഈ പഴയ ഫുട്ബോൾ താരങ്ങളെയും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവരും തന്നെ അവർ വളരെയധികം പാട്രിക്കൊക്കെ വളരെയധികം സന്തോഷപൂർവ്വം നമ്മളോടൊക്കെ പറഞ്ഞതാണ്. എനിക്ക് എടക്കരയിൽ വരാൻ വളരെയധികം സന്തോഷമുണ്ട്, ഇവിടുത്തെ ആളുകളെ കാണാനും കളിക്കാനും പല കുഞ്ഞാണിയുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് പാട്രിക്ക് അതുപോലെ പ്രേംനാഥ് ഫിലിപ്പൊക്കെ. അപ്പൊ ഈ ഒരു പരിപാടി നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടിൻ്റെതായ ഒരു ഉത്സവമാക്കി മാറ്റണം. അതിനെല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് വായനശാല ഭാരവാഹികളായ N ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, നാസിർ കാരയിൽ, അബ്ദുറഹ്മാൻ കല്ലങ്ങര, സണ്ണി കുര്യൻ, M മാനു, ഡോക്ടർ T റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.